എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഇന്ന് അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരം 4 മണിക്കുമായിട്ട് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ലേറ്റായിട്ട്, അതായത് രാത്രി വരെയൊക്കെ ചെയ്യാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു വെബ്സൈറ്റിൻ്റെ ഒക്കെ ഇഷ്യൂ കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചിലപ്പോൾ അതായത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതെയൊക്കെ വന്നേക്കാം. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ചില വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ തിരികെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫീ പേയ്മെൻറ്റ് ചെയ്യപ്പെടാതിരുന്നു എന്നുള്ളത് ചില വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. കാരണം ഫീ പേയ്മെൻറ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ട് തന്നെ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്കുമ്പായിട്ട് നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കോഴ്സ് മാറ്റത്തിൻ്റെ ഭാഗമായിട്ട്, അതായത് നിങ്ങൾക്കിപ്പോൾ ആദ്യം ഈ ഒരു MLTക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടി, പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു BSc നഴ്സിംഗിന് ഈ ഒരു ഗവൺമെൻറ് കോളേജിൽ കിട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു 3000 രൂപ എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് വരും. അപ്പോൾ അതേ രീതിയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിൽ കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിൽ കിട്ടിയ, അതായത് മറ്റൊരു കോഴ്സിലേക്ക് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീ പേയ്മെൻറ്റ് വിദ്യാർത്ഥികൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരം ഇന്ന് അവസാനിക്കും. അപ്പോൾ ഇന്ന് രാത്രി വരെയൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിലും ഈ ഒരു വൈകുന്നേരം 4 മണിക്കുമ്പായിട്ട് നിങ്ങൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം 29-ാം തീയതി, അതായത് ഇന്ന് വരെയാണ്. അപ്പോൾ ഇന്ന് രാത്രി വരെ നിങ്ങൾക്ക് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള 5 സെൽഫ് ഫിനാൻസ് കോളേജുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഇതുവരെ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത ശേഷം രജിസ്ട്രേഷൻ ID-യും പാസ്വേഡും നൽകി സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ പോകുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഡെസ്ക്ടോപ്പ് മോഡിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസിൻ്റെ പേജൊക്കെ ഇതേ രീതിയിൽ ജസ്റ്റ് സൈഡിലായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ ഏത് അലോട്ട്മെൻറ്റ്, എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അത് പരിശോധിക്കുക. നിങ്ങൾക്ക് എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് കിട്ടിയിട്ടുണ്ടോ, അങ്ങനെ നിങ്ങൾക്ക് വല്ല എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ആ ഒരു കാര്യം പരിശോധിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഫീ പേയ്മെൻറ്റിൻ്റെ അത് മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഓൾറെഡി നിങ്ങൾക്ക് എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് ഒന്നും ഇല്ല എങ്കിൽ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ കാണില്ല. അതേസമയം നിങ്ങൾക്ക് എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട്, അഥവാ ജസ്റ്റ് കാണുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് ആ ഒരു ചലാൻ വഴിയുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചലാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഡൗൺലോഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ല എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ്, അതായത് ബാലൻസ് ഫീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് അടക്കാനുണ്ടെങ്കിൽ അതിൽ കാണിക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫീ പേയ്മെൻ്റ് ഒന്നും ഇല്ല എങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഓൾറെഡി ഫീ പെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ, അതായത് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ ചലാൻ വഴി പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ഓൺലൈൻ മോഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ അതുപോലെ UPI ഇവയുടെയൊക്കെ ഡീറ്റെയിൽസ് കൊടുത്ത് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വെബ്സൈറ്റിൽ വരുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഓഫ്ലൈനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചലാൻ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ചലാൻ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. അത് പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാങ്ക് വഴി ചെയ്യുകയാണെങ്കിൽ 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികളുടെ ഫീ പേയ്മെൻറ്റ് വെബ്സൈറ്റിൽ എഫക്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ആ ഒരു ലോഗിൻ ചെയ്ത പേജിൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ 3 ലൈൻസ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട്, അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 3 ഓപ്ഷൻ കാണാൻ പറ്റും, അതായത് പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഓപ്ഷൻസ് ഫോർ തേർഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ പിന്നീട് നിങ്ങളുടെ ഈ ഒരു ഫീ പേയ്മെൻറ്റിൻ്റെ, അതായത് റെസിപ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആ റെസിപ്റ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അതിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതാണ്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലെ ഇൻഡെക്സ് പേജിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ അലോട്ടഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് ക്ലിക്ക് ചെയ്യുക. ഏത് കോളേജാണ് കിട്ടിയതെന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേര് കൃത്യമായിട്ട് നോക്കുക. അതിൻ്റെ നേരെയുള്ള ഫീ പെയ്ഡ് ഭാഗത്ത് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. നിലവിൽ ഇപ്പോൾ ഈ ഒരു കോഴ്സിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു കോളേജിലെ വിദ്യാർത്ഥികളെല്ലാവരും ഫീ പേയ്മെൻറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് BSc ഒപ്റ്റോമെട്രിക് കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ കോഴ്സിലും ഈ ഒരു കോഴ്സിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കാം. ഇവിടെ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് കിട്ടിയത്. അതായത് അലോട്ട്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് ഏത് അലോട്ട്മെൻറ്റിലാണ് കിട്ടിയത്, ഏത് കോട്ടയിലാണ് കിട്ടിയത് എന്നത് പ്രത്യേകിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു വിദ്യാർത്ഥി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ജസ്റ്റ് ഇത് വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ അവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്യാത്തതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പരിശോധിക്കാം. അതുപോലെ തന്നെ ഇവിടെ ചില വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്തതായിട്ട് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു സീറ്റ് പോകുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതും ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം. ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യണമെന്നുള്ളത് നിർബന്ധമൊന്നുമല്ല. എന്നാൽ നിങ്ങൾക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പുതുതായിട്ട് 5 സെൽഫ് ഫിനാൻസ് കോളേജസ് ആണ് വന്നിട്ടുള്ളത്. സെൽഫ് ഫിനാൻസ് കോളേജിൽ നേരത്തെ പറഞ്ഞതുപോലെ 1,13,000 രൂപയാണ് ആദ്യ വർഷത്തെ ഫീസ്. പിന്നീട് 2ാം വർഷം തൊട്ട് 1,02,000 സംതിങ് രൂപയാണ് ഫീസ് ഇനത്തിൽ വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ, അതായത് ലോഗിൻ ചെയ്ത ശേഷം വരുന്ന ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ഫോർ തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ ഓപ്ഷൻ റീഅറേഞ്ച് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു പേജിലെത്തുകയും നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് നിലവിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതിന് മുകളിലുള്ള 1 മുതൽ 4 വരെയുള്ള, അതായത് 1, 2, 3, 4 ഈ ഒരു ഓപ്ഷനുകളും പുതുതായിട്ട് വന്നിട്ടുള്ള 5 ഓപ്ഷനുകളാണ് ആ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള 5 കോളേജുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരാണ്, അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് കൺഫേം ആയി കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഒന്നും വേണ്ട എന്നാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ നേരെയായിട്ടുള്ള റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷൻസുകൾ റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതും, അതായത് ഓരോ ഓപ്ഷനുകളായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതും, അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് അത് സേവ് ചെയ്യാവുന്നതും ആണ്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത ഓപ്ഷൻസ് ഫുള്ളായിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജ് നിലവിൽ തുടരുന്നതായിരിക്കും. കാരണം ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു സീറ്റ് അവിടെ ഉണ്ടായിരിക്കും. അതായത് ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു 5ാമത്തെ ഓപ്ഷൻ നിലനിൽക്കുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് നിങ്ങളുടെ ഹയർ ഓപ്ഷൻ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ അത് നിലനിർത്താവുന്നതാണ്. അതുപോലെ അതിൽ ഏതെങ്കിലും ഓപ്ഷൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ നേരെയുള്ള റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള 5 കോളേജുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ ഓപ്ഷനും ഓപ്ഷൻ ലിസ്റ്റിൽ കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജ് കൂടി ആഡ് ചെയ്ത് ആ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ, അതായത് ഓപ്ഷനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാവുന്നതാണ്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ ഇപ്പോൾ നൽകിയ എല്ലാ ഓപ്ഷനും റിമൂവ് ചെയ്യപ്പെടുന്നതും പിന്നീട് പുതുതായിട്ട് നിങ്ങൾ ഓപ്ഷനുകൾ നൽകേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതും ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ആ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് ഉള്ള വിദ്യാർത്ഥികൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അടക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് ആ ഒരു ഫീ പേയ്മെൻറ്റൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ ലേറ്റായിട്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കുന്ന സമയത്ത് അത് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചിലപ്പോൾ റിജക്റ്റൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു വിദ്യാർത്ഥി ഈ ഒരു രീതിയിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത സമയത്ത് അത് പിന്നീട് ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ അതായത് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് ഫീ പേയ്മെൻറ്റ് ചെയ്തതായിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങളുടെ പേജിൽ വന്നിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യേണ്ടവരോ അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യേണ്ടതോ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിക്ക് മുമ്പായിട്ട് നിങ്ങൾ ആ ഒരു കാര്യം കൂടി ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.